നമസ്കാരം. കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒക്കെ ശേഷം നിലമ്പൂർ ജനത വിധി എഴുതിയിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ 76% എന്ന പോളിംഗിലേക്ക് ഇത്തവണ എത്തുമോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. എന്തായാലും മുൻവിധികളെ കാറ്റിൽ പറത്തി നിലമ്പൂരിലെ വോട്ടർമാർ ബൂത്തിലെത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് 70 കടന്നുള്ള അല്ലെങ്കിൽ 74 കടന്നുള്ള നിലവിലത്തെ പോളിംഗ് നില. ഇനിയുള്ള 3 നാൾ കണക്കുകൂട്ടലിൻ്റെതാണ്. ബൂത്തുകളിൽ നിന്ന് ലഭ്യമാവുന്ന കണക്കുകൾ ഇന്ന് തന്നെ മുന്നണികൾക്ക് ലഭ്യമാവുകയും ചെയ്യും. തിങ്കളാഴ്ച ഔദ്യോഗികമായി അറിയാനാകും ആര് നിലമ്പൂരിന്റെ പുതിയ MLA ആയി മാറുമെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിലേക്ക് പ്രത്യേകം സ്വാഗതം. നിലമ്പൂർ വീറും വാശിയും നിറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം പൂർണ്ണമായും അവസാനിച്ചു. 74.02% എന്നാണ് ഏറ്റവും അന്തിമമായി നമുക്ക് ലഭിക്കുന്ന പോളിംഗ് പെർസെന്റേജ്. അത് കൂടി ഒരുപക്ഷെ അന്തിമമായി എത്രയാകുമെന്ന് ഇപ്പോൾ അത് പറയാൻ കഴിയുന്നുമില്ല. അന്തിമ കണക്ക് അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പുറത്തുവിടുകയും ചെയ്യും. നിലമ്പൂരിന്റെ പുതിയ MLA ആരാണെന്ന് തിങ്കളാഴ്ച മനസ്സിലാക്കാൻ കഴിയും. നിലമ്പൂർ ടൗണിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദീപക് ധർമ്മടം തത്സമയം ചേരുകയാണ്. ദീപക്, അങ്ങനെ നിലമ്പൂരിലെ കൊണ്ടുപിടിച്ച പ്രചാരണം അതിനൊടുവിൽ ഇപ്പോൾ വിധിയെഴുത്തതുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത 3 ദിവസം അത് കണക്കുകൂട്ടലിൻ്റെതാണ്. ഇന്ന് ഒരുപക്ഷെ 74 കടന്നു പോകുന്ന ഈ പോളിംഗ് പെർസെന്റേജ് കാണിക്കുന്ന സൂചനകൾ എന്താണ്? ഈ പോളിംഗ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുന്നണികളുടെയും നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് കൂടും എന്നാണ് പറയുന്നത്. അത് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ടോ? പ്രജിൻ, വളരെ കൃത്യമായി പറഞ്ഞാൽ നിലമ്പൂരിലെ ജനവിധി പ്രവചനാതീതമാകുന്ന രീതിയിലാണ് ഈ പോളിംഗ് പെർസെൻറ്റേജ് കാണാവുന്നത്. കാരണം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. നിലവിൽ CPIM ആണ്, ഇടതുമുന്നണിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അവിടെ -5 ആണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത് കാണേണ്ടത്. മറ്റു പഞ്ചായത്തുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ ചില പഞ്ചായത്തുകളിൽ UDFന് അനുകൂലമായ അടിയൊഴുക്കുകളും അതുപോലെ ചില പഞ്ചായത്തുകളിലാണെങ്കിൽ UDFന് എതിരായ അടിയൊഴുക്കുകളും UDF ക്യാമ്പിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വോട്ടിംഗ് കണക്കെടുപ്പിൻ്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ലഭിക്കുന്ന ചില വിവരങ്ങൾ, ഉച്ചയ്ക്ക് ശേഷമുള്ള അടക്കം പറച്ചിലുകളും മറ്റുമായി ലഭിക്കുന്ന വിവരങ്ങളിൽ ചില അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതായത് വലിയ പെർസെൻറ്റേജിൽ പോളിംഗ് ശതമാനം ഉയർന്നതിൽ 25 ദിനരാത്രങ്ങൾ രാവും പകലുമില്ലാത്ത പ്രചണ്ഡമായ പ്രചരണം, അതിന് ഈ ചാലിയാറിൻ്റെ പരപ്പോളം ഉണ്ടായിരുന്നു ആ പ്രചരണം. ഒപ്പം നിലമ്പൂർ തേക്കിൻ്റെ കാതലോടമുള്ള കാമ്പുറ്റ പ്രചരണമായിരുന്നു. ആ പ്രചരണം മഴയെ വകവയ്ക്കാതെ വയോവൃദ്ധർ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ വന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രവാസികൾ ഒരു ദിവസത്തേക്ക് ലീവെടുത്ത് രാവിലെ വിമാനത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന് വോട്ട് ചെയ്ത് രാത്രിയിൽ കയറി ദുബൈയിലേക്ക് പോകുന്നത് കണ്ടു. അത്രമേൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ, ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളിയാകാൻ നിലമ്പൂർകാർ തയ്യാറായി. തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു പ്രചരണം. അന്ന് പറഞ്ഞത് നിലമ്പൂർകാർക്ക് 8 മാസത്തേക്ക് ഒരു സാമാജികനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ താല്പര്യമില്ല എന്നായിരുന്നു. പക്ഷേ ആ പ്രവചനമെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു പിന്നിട്ട നാളുകളിലെ പ്രചരണങ്ങൾ. ആ പ്രചരണം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് മുന്നണികൾ, ഒപ്പം തന്നെ PV അൻവർ ഒക്കെ പോരാടി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അവസാന ലാപ്പിലെത്തുമ്പോൾ LDF UDF പോരാട്ടത്തിലേക്ക് മാറി. ആ LDF UDF പോരാട്ടത്തിൽ ആർക്കും മേൽക്കൈ എന്ന് ശതമാനക്കണക്ക് വെച്ച് പറയുക സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. സാധാരണഗതിയിൽ ഈ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ അത് UDFന് അനുകൂലമാണ് എന്നുള്ളതാണ് സാധാരണ സാമ്പ്രദായിക തെരഞ്ഞെടുപ്പ് കണക്ക്. പക്ഷേ എന്നാൽ അടിയൊഴുക്കുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ പോളിംഗ് ശതമാനം 75ഓളം എത്തുയേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേവലം 8 മാസത്തേക്കുള്ള ഒരു സാമാജികനെ തെരഞ്ഞെടുക്കൽ മാത്രമല്ല, അതിലപ്പുറം വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പ്, ആ പൊതുതെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയാണോ ഭരണവിരുദ്ധ വികാരമാണോ എന്നുള്ളതിൻ്റെ കൃത്യമായ പൊളിറ്റിക്കൽ ടെസ്റ്റ് കേസാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഈ പെട്ടിയിലായ വോട്ടിനുണ്ട്. നിലമ്പൂരിൻ്റെ MLA ആരെന്ന് നമുക്ക് തിങ്കളാഴ്ച അറിയാൻ സാധിക്കും. ഇപ്പോൾ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ വാർത്താ സമ്മേളനം നടത്താനായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. പ്രജിൻ. യെസ്, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ A വിജയരാഘവൻ അവിടെ വാർത്താ സമ്മേളനം നടത്താൻ പോവുകയാണ്. എന്താണ് LDF ക്യാമ്പിന്റെ നിലവിലത്തെ പ്രതീക്ഷകൾ, എന്താണ് കണക്കുകൂട്ടലതിന്റെ പ്രാഥമികമായ ചില വിവരങ്ങൾ ഒരുപക്ഷെ A വിജയരാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം വിശദാംശങ്ങളുമായി. അല്പസമയത്തിലേക്ക് നമുക്ക് വിജയരാഘവനിലേക്ക് എത്താൻ മുമ്പ് ഒന്ന് സുർജിത്തിലേക്ക് പോകുന്നു. സുർജിത്ത്, അങ്ങനെ ഈ കണക്കുകൂട്ടലിന്റെ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിലമ്പൂരിൽ
നിലമ്പൂരിൽ നമ്മൾ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ അടുത്ത കാലത്തെ കേരളത്തിൽ നടക്കുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും സംഭവമായി മാറുന്നുണ്ട്. കാരണം ഇപ്പോൾ പാലക്കാട് നമ്മൾ കണ്ടു, അവിടെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയെങ്കിൽ നിലമ്പൂരിനെ വ്യത്യസ്തമാക്കുന്നത് ഓരോ ദിവസവും മാറി മാറി വന്ന ചർച്ചാ വിഷയങ്ങളാണ്. വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഓരോ ദിവസവും ഉണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നിലമ്പൂരിലെ വന്യജീവി വിഷയത്തിൽ തുടങ്ങി, പിന്നീട് ക്ഷേമ പെൻഷൻ, പിന്നീട് അവിടെ ഷോക്കേറ്റുള്ള മരണം, അങ്ങനെ പല വിഷയങ്ങളും ചർച്ചയായി. ഏറ്റവും ഒടുവിലാണ് ഈ RSSുമായി ബന്ധമുള്ള സഹകരണ വിഷയങ്ങളൊക്കെ അവിടെ വിവാദമായത്. അപ്പോൾ ഇതൊക്കെ കണ്ട ജനങ്ങൾ ഇന്ന് ഒരു തീരുമാനത്തിലെത്തി. അവരെ മണിക്കൂറുകളെടുത്ത് ആ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്ന കാര്യം വ്യക്തവുമാണ്. പക്ഷേ ആർക്ക് അനുകൂലമായാണ് ഇവർ വോട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കാത്തിരിക്കണം. എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു പൊതുചിത്രം അവിടെ നിന്നും? തീർച്ചയായും പ്രജിൻ, എന്തായാലും നമ്മളെല്ലാവരും തന്നെ അതിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട കാത്തിരിപ്പിലാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പോളിംഗ് ശതമാനത്തിലെ ഒരു ഉണർവ് തന്നെയാണ്. കാരണം ഞാൻ ഇന്ന് നോക്കിയത് വഴിക്കടവ് മേഖലയാണ്. വഴിക്കടവ് മേഖല ഈ ട്രൈബൽ സെറ്റിൽമെൻ്റ് ഒക്കെയുള്ള മേഖലയാണ്. അവിടെ എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ വോട്ടിൻ്റെ ഒരു പോളിംഗ് ശതമാനത്തിൽ വന്ന ഒരു ഉണർവുണ്ട്. അത് ഘട്ടം ഘട്ടം പലപ്പോഴും ബൂത്തുകളിൽ ആളുകൾ ഈ കൂട്ടമായി എത്തുന്ന ആ ഒരു രീതി എവിടെയും കണ്ടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ വോട്ട് പോൾ ചെയ്യിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് വോട്ടെണ്ണി തുടങ്ങിയാൽ അവിടെ ലീഡുള്ളവർ അത് നിയമസഭ കാണും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സമീപകാലത്തെ ചരിത്രം. എല്ലാം തന്നെ സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ആ തരത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35 വോട്ടിൻ്റെ ലീഡാണ് PV അൻവറിനുള്ളത്. അതിനു മുമ്പ് 3000-ലധികം വോട്ടുകളുടെ ലീഡാണ് ഉണ്ടത്. അങ്ങനെ 2 ടേമായി PV അൻവറിന് LDFന് വോട്ട് ലീഡ് കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് വഴിക്കടവ്. പക്ഷേ അതൊരു UDF അനുകൂല പഞ്ചായത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. പക്ഷേ 10-13 എന്നീ നിലയിലാണ് കക്ഷി നിലയുള്ളത്. 3 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് പഞ്ചായത്തിൻ്റെ ഭരണം UDFന് ലഭിച്ചത്. അതിൻ്റെ മുൻപത്തെ തവണ LDF ആണ് ഭരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11,000-ലധികം വോട്ടുകൾ അവിടെ കൃത്യമായ രീതിയിൽ തന്നെ UDFന് അനുകൂലമായി പോൾ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും പക്ഷേ ഇത്തവണ അത് അനുകൂലമായ രീതിയിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും എല്ലാ മുന്നണികളും ഒരുപോലെ നടത്തിയിട്ടുണ്ട്. വഴിക്കടവിൽ സംബന്ധിച്ച് വഴിക്കടവിൽ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് തരത്തിലാകും എന്നുള്ളതാണ്. പലപ്പോഴും പല ബൂത്തുകളിലും നമ്മൾ പോകുമ്പോഴൊക്കെ PV അൻവറിൻ്റെ ഒരു കൗണ്ടർ കൂടി, അതായത് ഔട്ടർ ബൂത്ത് കൂടി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അവിടെയെല്ലാം ആളുകളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു സ്വാധീനം PV അൻവറെ സംബന്ധിച്ച് അവിടെയുണ്ട്, വഴിക്കടവ് പഞ്ചായത്തിലുണ്ട്. ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു PV അൻവറിലേക്ക് ഒഴുകുന്ന വോട്ടുകൾ ആരുടെ എന്ന് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്ന കാര്യം. അതെല്ലാം തന്നെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ ആ ഒരു ശേഷിയിലേക്ക് കാര്യങ്ങൾ എത്തും. പ്രത്യേകിച്ച് ആദിവാസി മേഖലകളുണ്ട്, പുഞ്ചക്കൊല്ലി അടക്കമുള്ള ആദിവാസി മേഖലയുണ്ട്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് വഴിക്കടവ്. അവിടെ സ്വാഭാവികമായും ഏത് അർത്ഥത്തിലാകുമെന്നുള്ളത് അവിടെ നിന്നാണ് വോട്ടെണ്ണി തുടങ്ങുക. ആ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ അറിയാം എങ്ങനെയാണ് നിലമ്പൂരിൻ്റെ ഗതി ഏത് തരത്തിലേക്കാണ് മാറുക എന്നുള്ളത്. തുടക്കത്തിൽ എണ്ണുന്ന ഒരു പഞ്ചായത്ത് വഴിക്കടവാണ്. വഴിക്കടവ് എണ്ണി തുടങ്ങുമ്പോൾ അറിയാം വിധി ആർക്ക് അനുകൂലം ആകുമെന്ന്. അതിനായി നമുക്ക് കാത്തിരിക്കാം പ്രജി. ശരി, വഴിക്കടവിൽ 72.78% രേഖപ്പെടുത്തപ്പെട്ട പോളിംഗ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും ആദ്യം വോട്ടെണ്ണി തുടങ്ങുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ നില, അത് ആരാണ് അവിടെ ലീഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയായിരുന്നു സുജിത അയ്യപ്പത്ത്. ഇപ്പോൾ LDFന്റെയും UDFന്റെയും വാർത്താ സമ്മേളനം അവിടെ തുടങ്ങിയിട്ടുണ്ട്. തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ പ്രയോഗമാണ് ഇവിടെ നടന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കേണ്ടി വന്നത്. വിചിത്രമായ ഒരു കാഴ്ചയാണ് കേരളം കണ്ടത്. ഇങ്ങനെ ഈ കേരളത്തിലെ കോൺഗ്രസ്സിന് കീഴോട്ട് പോകാൻ കഴിയുമോ? ഇങ്ങനെ അധപ്പതിക്കാൻ പാടുണ്ടോ? തെരഞ്ഞെടുപ്പുകൾ വരും പോകും, ചിലപ്പോൾ ജയിക്കും തോൽക്കും. രാജ്യത്ത് ജനാധിപത്യം നിൽക്കണ്ടേ? രാജ്യത്തെ ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? വിശേഷിച്ചും കേന്ദ്രത്തിൽ BJP അധികാരത്തിലിരിക്കുന്ന ഒരു കാലത്ത് വലിയ പരിശ്രമം എല്ലാവരും ഒന്നിച്ച് അത്തരം തീവ്ര വർഗീയതയെ തോൽപ്പിക്കാൻ നടത്തേണ്ട ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ആ ഗൗരവബുദ്ധി കാണിച്ചോ? കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം തെറ്റുതിരുത്താൻ ഈ കോൺഗ്രസിനെ അവർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയോ? പ്രേരിപ്പിച്ചോ? കൈവീശി പോവല്ലേ കേന്ദ്ര നേതാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ട്? ജമാഅത്തെ ഇസ്ലാമിക്ക്
ജമാഅത്തെ ഇസ്ലാമിയുമായി ഇവിടെ കേരളത്തിലെ UDF, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തിന് അനുകൂലമായി കൈവീശി തിരിച്ചു പോയല്ലോ ഇവിടെ വന്ന കേന്ദ്ര കോൺഗ്രസ് നേതാക്കന്മാരും. ഇതാണോ ഈ കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ നടത്താൻ പോകുന്നത്? ഇത് എത്ര അപകടകരമാണ്. അവർ രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയില്ലാത്ത അപക്വമായ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസിനും UDFനും ഉള്ളത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്രയേറെ ന്യായീകരിക്കാൻ വാശി പിടിച്ചത് ഇവിടുത്തെ UDF പ്രതിപക്ഷ നേതാവ്. ജനവിധിക്ക് പിന്നാലെ ഇപ്പോൾ മുന്നണി നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. LDFന്റെ പ്രതീക്ഷകൾ എന്താണ്, ഒപ്പം തന്നെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സൂചിപ്പിക്കുകയായിരുന്നു വിജയരാഘവൻ അവിടെ. ഇനിയിപ്പോൾ UDFന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് നേതാക്കൾ. KP അനിൽകുമാർ സംസാരിക്കുകയാണ്, അതിലേക്കാണ്. അല്ല, 15,000-ൽ താഴില്ല എന്നിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ കണക്കെടുക്കേണ്ടതുള്ളത്. ഇല്ല, ഞങ്ങൾ റീപോളിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല. അതെ, ഞങ്ങൾ പരമാവധി സുതാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സൗകര്യം ഒരുക്കുക, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ ഇതുപോലെ സഹകരിക്കുന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും നല്ല രീതിയിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ പങ്കാളികളാവുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ലല്ലോ, വലിയ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എല്ലായിടത്തും പോളിംഗ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് ഒട്ടുക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. തടസ്സം സൃഷ്ടിക്കലല്ല, മുന്നോട്ട് പോകാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരക്കരയിൽ നിന്നും ഒരു വാർത്ത ഇപ്പോൾ വരുന്നു, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി എന്നാണ് വാർത്ത. CIയും വനിതാ പോലീസും ഉൾപ്പെടെ 3 പേർക്ക് അതിൽ പരിക്കേറ്റു. 20ഓളം ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്ന വാർത്ത കൂടി അനുബന്ധമായി വരുന്നുണ്ട്. എന്താണ് അതിന് കാരണം എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. 10ഓളം പോലീസുകാർക്ക് പരിക്ക് എന്ന പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DYSP പ്രതികരിച്ചിരുന്നു, അതിലേക്കാണ്. SP അദ്ദേഹത്തെ കാണാൻ വരികയും SP അദ്ദേഹം അത് ഇപ്പോൾ ആ എൻക്വയറി പരിഗണിക്കാം, അതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നോക്കാം എന്ന് പറയുകയും ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അതിനൊരു ഓർഡറും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇന്ന് അവർ കൂടുതൽ വയലൻസായിട്ട് കസ്റ്റഡിയിൽ ഇപ്പോൾ 20ഓളം പേര് കസ്റ്റഡിയിലാണ്. 20ഓളം പേര് കസ്റ്റഡിയിൽ. എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സിന്റെ SP ഓഫീസ് മാർച്ചിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുകാരുമായി വലിയ സംഘർഷമുണ്ടായി. 10 പോലീസുകാർക്ക് പരിക്കേറ്റു. അതിൽ CIയുടെ നില ഗുരുതരം എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുജിത്ത്, ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു മാർച്ച്, അതിൽ ഇത് സംഘർഷത്തിലേക്ക് പോകാനിടയായ സാഹചര്യം എന്താണ്? നിലവിൽ ഈ പരിക്കേറ്റ പോലീസുകാരുടെ ആരോഗ്യനില എന്താണ്? കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലുള്ളത്. അതിൽ CI ജയകൃഷ്ണന്റെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരാൾ പിങ്ക് പോലീസിലുള്ള പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരാൾ പിങ്ക് പോലീസിലുള്ള വനിതാ സിവിൽ പോലീസ് ഓഫീസർ ആര്യയാണ്. ഒപ്പം തന്നെ അനീസ് എന്നൊരു പോലീസുകാരനും അബിസലാം എന്നുള്ള മറ്റൊരു പോലീസുകാരനും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ചികിത്സയിലാണ് ഇവിടെ ഉള്ളത്. 15ഓളം ട്രാൻസ്ജെൻഡേഴ്സിനും പരിക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഇവർ ഇന്ന് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്കെതിരെ കൊട്ടാരക്കര പോലീസ് ഒരു കേസ് എടുത്തിരുന്നു. ആ കേസിൽ ഇപ്പോൾ ഇതിൽ പ്രതികളായുള്ള ചിലർക്ക് സമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമൻസ് വന്നതിനെ ചൊല്ലി ഇവർ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരുമായി തർക്കമുണ്ടാവുകയും കഴിഞ്ഞ 3-4 ദിവസമായി ഇതുമായുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് ഇവർ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിനുശേഷം അത് SP ഓഫീസ് മാർച്ചാക്കി മാറ്റുകയും ചെയ്തത്. ഏതാണ്ട് 1 മണിക്കൂറോളം ഇവർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ആ സമയത്താണ് പോലീസ് എത്തി ഇവരെ നീക്കം ചെയ്യാൻ തീരുമാനിച്ചത്. ഇതിനിടയിലാണ് CI ജയകൃഷ്ണനെ സോഡാക്കുപ്പി എടുത്ത് ഇവർ എറിഞ്ഞത്. ആ സോഡാക്കുപ്പി കൊണ്ടുള്ള ഏറിലാണ് തലയ്ക്ക് ജയകൃഷ്ണന് പരിക്കേറ്റത്.
കൂടാതെ ഇതിനിടയിൽ തലയ്ക്ക് മറ്റൊരു കമ്പ് കൊണ്ട് ആര്യയെ അടിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ പോലീസ് ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മറ്റു 2 സിവിൽ പോലീസ് ഓഫീസർമാർക്കും പരിക്കേറ്റുള്ളത്. ഏതായാലും 20ഓളം ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരിപ്പോൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 10ലേറെ പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരിക്കുകയാണ്. പ്രജിൻ. ശരി, സുജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. സംഘർഷത്തിലാണ് ഇപ്പോൾ പോലീസുകാർക്ക് പരിക്കേറ്റത്. 10ഓളം പോലീസുകാർ ഇപ്പോൾ ചികിത്സയിലാണ് എന്നാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.